അപ്പോൾ എന്താ നിങ്ങളെ വിശേഷം? നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്നുള്ള വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ വന്ന പാടില്ല ഊനാലിൻ്റെ മേലെ ഇരുന്നിട്ട് ഇങ്ങനെ കാണുന്നു. അല്ലെങ്കിൽ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 12 വയസ്സിന് മേലോട്ടുള്ള കുട്ടികളൊന്നും ഇതിൽ ആടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്താ ചെയ്യുക, യാതൊരു കൂസലില്ലാണ്ട് ഉമ്മമ്മൊക്കെ ഇരുന്നങ്ങ് ആടുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ തന്നെയല്ല വൈബ്. അല്ലാതെ റിസോർട്ടിൽ കിടന്ന് ഉറങ്ങാനാണ് വന്നത്? നോ നോ നോ, ഉറങ്ങാനേ അല്ല വന്നത്, ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഗൈസ്. സാലി കുഞ്ഞളാ അല്ല കുഞ്ഞളാ അല്ലേ, കുറേ റൂമുണ്ട്. അങ്ങനെ ഇന്നൊരു ദിവസം നമ്മൾ ഇവിടെയാണ് നിൽക്കാൻ പോകുന്നത്. എപ്പോഴും നമ്മൾ വീട്ടിൽ തന്നെയല്ലേ നിൽക്കാറ്. ഞാനില്ലേ അങ്ങനെ എൻ്റെ വീട് വിട്ടിട്ട് അങ്ങനെ എവിടെയും പോവാറില്ല. നാട്ടിൽ നിന്ന് കേട്ടാ. ഗൾഫിൽ പോയാൽ പിന്നെ നമുക്ക് നിന്നേ പറ്റൂ അല്ലേ? അതങ്ങനെ തന്നെയല്ലേ? എന്നാലും ഇല്ലേ, എനിക്ക് എവിടെ പോയാലും നൃത്തം കിട്ടൂല. അതായത് എന്താപ്പം പറയുക, അങ്ങനെയല്ല, എവിടെ പോയാലും എനിക്ക് ശരിയാവില്ല. വേഗം നാട്ടിലെത്തേണ്ടി വരും. അങ്ങനെയാണ് കേസ്. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ആക്കണേ. അല്ലോ, വെള്ളം കാണാത്ത കളിയാന്ന് റബ്ബേ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഗോൾഡാണ് എന്ന്. വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ഞാനിതൊക്കെ അയച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ഉമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, എന്തിനാണ് ഇതൊക്കെ ഇട്ടിട്ട് വന്നണ്, വെള്ളത്തിലെല്ലാം ഇറങ്ങുമ്പോൾ അതങ്ങ് അയച്ചു വെച്ചൂടെ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇതൊക്കെ ഡെയിലി ഇടുന്നത് തന്നെയാണ് കേട്ടാ. പുതുതായിട്ടൊന്നും കൊണ്ടുവന്നിട്ടൊന്നുമില്ല. അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ഞാൻ എല്ലാം അയച്ചു വെച്ചിട്ട് ഉമ്മാൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുളിന്ന് കയറിയാരോ, പിന്നെ കുളിച്ച് ഫ്രഷ് ആയാലും ഇതൊക്കെ ഉമ്മ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നിട്ട് പറഞ്ഞ് കയ്യോടെ ഇട്ടോ എന്ന് പറഞ്ഞു. അവിടെ ഇവിടെ ഒന്നും നമുക്ക് വെക്കാൻ പറ്റൂലല്ലോ. നമ്മളിവിടെ റൂമിൽ കിടന്നുറങ്ങാൻ വന്നതല്ലാലോ, നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതല്ലേ. അല്ല പിന്നെ. അങ്ങനെ നമ്മളിതെല്ലാം ഒന്ന് ചുറ്റി കാണുന്നുണ്ട്. എല്ലാ റിസോർട്ടും ഒരേപോലെ തന്നെയാണ് കേട്ടാ. ഇനി നെക്സ്റ്റ് പരിപാടി ഇതാ തിന്നാനുള്ളത് നോക്കുന്നുണ്ട് ഗൈസ്. ചിക്കൻ ചുടാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്, ഗ്രില്ല് ചിക്കൻ. അപ്പം ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ റെഡിയാക്കി കൊണ്ടുവന്നതാണ്. ചിക്കനിലെല്ലാം മസാല ഒക്കെ തേച്ച് പുരട്ടി നല്ല അടിപൊളി മസാലയാണ് ഞാൻ ഇവിടെ ചേർത്തത്. എൻ്റെ സ്പെഷ്യൽ മസാലയാണ് ഞാനും അനിയത്തിയും കൂടി ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. പക്ഷെ വിശ്വസിക്കണമെങ്കിൽ നിങ്ങളൊരു ദിവസം ഇങ്ങോട്ടേക്ക് വാ എൻ്റെ പൊന്നെ. എന്നാലും ഞാൻ കുറേ പേരൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്, പക്ഷെ വരാൻ പറ്റട്ടെ. എൻ്റെ സബ്സ്ക്രൈബറൊക്കെ അങ്ങ് ദൂരെ ആയിപ്പോയി. മലപ്പുറത്തും എറണാകുളത്തും തൃശ്ശൂരും പിന്നെ കണ്ണൂരും ഉണ്ട് കേട്ടോ. ഇന്ന് ഇവിടെ നല്ല തിരക്ക് കാണുന്നുണ്ട്. റിസോർട്ട് ഫുള്ളാന്ന് തോന്നും. അതാണ് ഇങ്ങനെ ഒച്ചപ്പാടും ബഹളും. പിന്നെന്താണെന്ന് വെച്ചാൽ, ഒരു ഫാമിലിൻ്റേത് ചിക്കൻ ചുട്ട് കഴിഞ്ഞിട്ട് വേണം അടുത്ത ഫാമിലിക്ക് ചുടാൻ വേണ്ടിയിട്ട്. അപ്പം പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരാൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ റിസോർട്ട് അടിപൊളിയാണ് കേട്ടാ. ഞാനത് ഫുള്ളായിട്ട് കാണിക്കണം നല്ല വെച്ചാണ് റൂമൊക്കെ. പക്ഷേ എനിക്ക് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. എന്താ ചെയ്യുക, വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ ഓരോരുത്തരൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഡ്രസ്സൊക്കെ മാറുന്നുണ്ട്. അതായത് ചെറിയ മക്കൾ കേട്ടാ. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ, വേറെ ഇനി എന്തെങ്കിലും വിശേഷങ്ങൾ നിങ്ങൾ കാണാനുണ്ട് ഗൈസ്. ഇതൊക്കെ രസമല്ലേ? ഇതൊക്കെ നമുക്ക് വല്ലപ്പോഴും കൂടുമ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടും അല്ലേ? എല്ലാവരും ഒരുമിച്ചിട്ട് കിട്ടാന്നെല്ലാം പറയുമ്പോൾ ഉമ്മമ്മൊക്കെ ഉണ്ട് കേട്ടാ. നിങ്ങൾ ഉമ്മമാനെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ.
ഒന്നും പിടിച്ചിട്ട് കിട്ടുന്നില്ല. ഇവിടെ വലിയ ആളെ തന്നെ പിടിച്ചിട്ട് കിട്ടുന്നില്ല. അന്നേരം മക്കളെ കാര്യം വീട്ടിൽ നിന്നാണെങ്കിൽ മക്കൾക്ക് ഇങ്ങനെ രാത്രി ഇറങ്ങാൻ പറ്റുമോ? ഇല്ലല്ല. ഇവിടെ പിന്നെ മക്കൾ കിട്ടിയ ചാൻസിന് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, ഒന്നും പറയണ്ട റബ്ബേ. നല്ല അടിപൊളി വൈബാണ് കേട്ടാ. റൂമിൻ്റെ ചാവി നമ്മളെ ഉമ്മച്ചിൻ്റെ കൈമലാണ് ഉള്ളത്. അപ്പോൾ റൂമിൽ പോയിട്ട് ചിക്കൻ അവിടെ നിന്ന് ചുടുന്നുണ്ടല്ലോ, അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട്, അതായത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കേണ്ട കൈസ്, അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒറ്റക്ക് പോകുന്നത് കൊണ്ട് അങ്ങനെ പേടിയൊന്നുമില്ല, ആര് പിടിക്കാൻ അള്ളവിനെ. അവിടെ ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്, ക്യാമറയും എന്തായാലും ഉണ്ട്, അപ്പോൾ ആ ഒരു പേടിയൊന്നുമില്ല. പിന്നെ അങ്ങനെ തിരിച്ച് വരുമ്പോൾ ഇവിടുന്ന് ആരെല്ലോ ചിക്കൻ ഇങ്ങനെ കാറ്റ് വീശി കൊടുക്കുന്നുണ്ട്. എന്താ കേസ്. അങ്ങനെ അതൊക്കെ നമ്മൾ റൂമിൽ കൊണ്ടുവന്നിട്ട് റൂമിൽ നിന്നാണ് കഴിക്കുന്നത്. പുറത്തുനിന്ന് അങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ മക്കളൊക്കെ അവിടെ ഇവിടെയൊക്കെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോശമല്ലേ. ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പം നമ്മൾ റൂമിൽ നിന്ന് തന്നെയാണ് കഴിക്കുന്നത്. അപ്പുറത്തുനിന്ന് അണങ്ങന്മാർ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ടൊന്നും അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. കുട്ടികളും പിന്നെ നമ്മൾ പെണ്ണുങ്ങന്മാർക്ക് ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. പിന്നെ നല്ലോണം പോയിട്ടിന് ചിക്കൻ, അതിനിടയ്ക്ക് ഉപ്പയും കൂടി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മളൊന്ന് നടക്കാൻ ഇറങ്ങി കൈസ്. പിന്നെ കളിക്കാനും. പിന്നില്ലേ ഇവിടെ നല്ല തണുപ്പാണ് കേട്ടാ. കുറച്ച് താത്തറി സപ്പാനക്ക് രണ്ടാമത്തെ വേഗം ഇറങ്ങല വെക്കുന്ന സപ്പാനക്കേ അയക്കുള്ളൂ. ഈരണ്ട് കൊടുക്കും എല്ലാവർക്കും. എല്ലാവർക്കും കൊടുക്കും. എല്ലാവർക്കും ഈ രണ്ട് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് കൂക്കണ അതെന്താ സംഭവം എന്ന് വെച്ചാൽ ആ ടേബിളിൻ്റെ മേലിൽ കുറേ ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ റിങ് അങ്ങോട്ടേക്ക് എറിയുമ്പോൾ ബിസ്ക്കറ്റ് ആ റിങ്ങിൻ്റെ ഉള്ളിൽ വരണം. അപ്പം ആ ബിസ്ക്കറ്റ് അവർക്ക് കിട്ടലാണ് കേട്ടോ. അങ്ങനെ അനിയത്തിക്ക് കിട്ടിയിട്ടുണ്ട്, ബാക്കി ആർക്കും കിട്ടിയിട്ടില്ല. ഞാൻ പിന്നെ കളിക്കാൻ നിന്നിട്ടില്ല. കളിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ വെച്ച സാധനത്തിലുണ്ടെങ്കിൽ സമ്മാനം എത്ര കളിയുണ്ട് നമുക്ക്? ഒന്നേ ഉള്ളൂ, രണ്ടു. അപ്പൊ നമ്മൾ വെച്ചത് ഇത് 11 അല്ല 12 13 ഗേഡിയും വെച്ചൂടാ.
ഭാഗ്യം തന്നെയാണ്. അങ്ങനെ ഇതാ പിറ്റേന്ന് രാവിലെ നമ്മൾ കുളിച്ച് മാറ്റി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. അതായത് 11:30 മണിയാകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇറങ്ങണം. അതിൻ്റെ ഉള്ളിൽ അത്ര വരെ നമുക്കിവിടെ ടൈമുള്ള ഒരു ദിവസത്തേക്കല്ലേ. പിന്നെ അങ്ങനെ റൂമിൽ നിന്ന് എല്ലാവരും മാറ്റിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ എന്ത് ചെയ്താൽ പുറത്ത് വന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കിതൊന്നും കിട്ടിയെന്ന് വരില്ലല്ലോ. അങ്ങനെ എന്ത് ചെയ്തേ ഇവിടുന്ന് നമ്മൾ ടാറ്റ ബായൊക്കെ പറഞ്ഞ് ഇതാ പോവുകയാണ് ഗൈസ്. വിട പറയുകയാണ്. ഇനി ഇൻഷാ അല്ലാ ഇനി എപ്പോഴാണ് ഇങ്ങോട്ട് വരാമെന്നൊന്നും അറിയില്ല. അങ്ങനെയാണ് ഗൈസ്, അങ്ങനെയാണ്. പറയുന്ന വാക്കുകളൊക്കെ തെറ്റിപ്പോകുന്നുണ്ട്. എന്താ ചെയ്യുക. ഞാനില്ലേ ഈ ഒരു വീഡിയോ ഇന്ന് 4-5 പ്രാവശ്യം യൂട്യൂബിൽ അപ്ലോഡാക്കാൻ നോക്കി. എന്താണെന്നറിയില്ല, എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ട് എനിക്ക് കുറേ പകല കട്ട് ചെയ്യേണ്ടി വന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ മടുപ്പ് പിടിച്ച് ഈ ഒരു വീഡിയോട്. പിന്നെ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയെങ്കിലും ഈ ഒരു വീഡിയോ കൊടുക്കണ്ടേ. അപ്പോൾ കുറേ വാക്കല്ലേ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് തോന്നുന്നു ഈ ഒരു വീഡിയോക്ക്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു വീഡിയോ വെറുപ്പ് തോന്നി ഗൈസ്, വെറുപ്പ് തോന്നി. എന്താ ചെയ്യണ്ടേ. ഇനി ബാക്കിയുള്ള കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടോ മക്കളെ. എന്തോ ഒരു പിന്നെ മെനക്കേണ്ടാന്ന് യൂട്യൂബിന് വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, ബൈ.